ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചത്ത. ഒന്നാമത്തെ ദിവസം മുതൽ ഇവർ സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചു മണ്ണ് ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച ഇവിടെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയത് ആരാ? ഞാനാണോ? ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവർ സമരം ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഏറെക്കുറെ ഞാൻ ഇന്നാള് പറഞ്ഞു, ഈ CPM-കാർ ഉടുക്കത്തെ ബലം പിടുത്തുമായിരുന്നു പണ്ട്. ഇപ്പൊ അവര് തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലത്തെ തമാശ ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. തമാശ ഓരോ ദിവസം തമാശ. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടു. ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. സ്വാഭാവികം. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണെന്നോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഓഹോ, എന്നാ ശരി. ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. തന്റെ വഴിയെ ഞാൻ പറഞ്ഞു, മോദിജി ആ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യണം. അപ്പൊ മോദിജി പറഞ്ഞു, സതീശൻജി ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു. അങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ്. എന്താ ഇവര് പറയും? അതൊന്നും എനിക്കറിയാൻ മേല. പിന്നെ പറഞ്ഞു, നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അതെ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു, എനിക്കെതിരായിട്ടുള്ള പോസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യാം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ആരാന്ന് മനസ്സിലായ? ഞങ്ങൾ വിചാരിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞ മെറ്റവരെ കേട്ടു. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ്. പലതും അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസം ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു, ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. ഫ്ലാഷ് ബാക്ക്. ബൈ മീ കോഫി എന്ന് പറയുന്ന ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയി. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആ പേര് ബൈ മീ കോഫി എന്ന് കണ്ടപ്പോൾ അത് കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നിട്ട് അത് കോഫി ഷോപ്പല്ല, ഞാൻ തിരുത്തുന്നു. ഈ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരാണ്. എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പോകാൻ പാടില്ല. എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ പാവപ്പെട്ട ഒരാൾ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും. ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കട ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവും. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എവിടെയാ നാടുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണോ? എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. 100% ഞാൻ യോജിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.